എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് സൺഡേ ആണ്, മുടക്ക് ദിവസമാണ്. ഇത്തിരി നേരം വൈകിട്ടാണ് എണീറ്റതൊക്കെ. ഇന്നത്തെ പ്രധാന വിഷയം എന്തിട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊണ്ടുപോകൽ നമ്മുടെ ഈ വശത്തുള്ള വീട്ടുകാരുടെ ചുമതലയിലാണ്. അപ്പോൾ അത് നമ്മളെല്ലാ പ്രാവശ്യവും കൊടുത്ത് അങ്ങോട്ട് എത്തിക്കാറുണ്ട്. അപ്പോൾ എന്തോരം തിരക്കായാലും കടയിൽ പോകുന്ന ദിവസമായാലും ഞാനത് ശാന്തേച്ചിനെ ഏൽപ്പിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഇന്ന് നമുക്കൊരു ഒഴിവ് ദിവസം കൂടി ആയതുകൊണ്ട് എത്ര മണിക്ക് വരുന്നൊന്നും നമുക്കറിയില്ല. ശരിക്കും നമ്മൾ നേരത്തെ ആക്കി വെച്ച് കൊടുത്തിട്ടാണല്ലോ പോവാറ്. എത്ര മണിക്കാണോ വരിക. അപ്പം നമ്മൾക്ക് അതാണ് ഇന്നത്തെ തുടക്കം. അവസാനം എവിടെയാണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകളും അങ്ങനെയാണല്ലോ, തുടങ്ങുന്നിടത്തെ ആ ഒരു ചുറ്റുപാടിലല്ല അവസാനിക്കുന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെയാണ് ഈ വീഡിയോയിൽ വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ അടപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ചോറ് നമ്മൾ ഇന്നലെ തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് നിറച്ചായിട്ട് വന്നിരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് ഊറ്റാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തിളച്ച വെള്ളമാകുമ്പോൾ കുഴപ്പമില്ല, എന്ത് വരുന്നേ. റൈസ് കുക്കർ അത്ര ഉണ്ട് വേവണ സൈസല്ല. അതാ പിന്നെ അരി നല്ല വേവുള്ളത്. കുറച്ച് ചോറും കൂടെ ഊറ്റി വെച്ചിട്ട് നമുക്ക് ഈ തിളച്ച വെള്ളം ഒഴിക്കാണ്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല വെള്ളത്തിൽ അങ്ങോട്ട് എനിക്ക് നല്ല വെള്ളം ഒഴിച്ച് ചോറ് ഊറ്റണതാണ് ഏറ്റവും ഇഷ്ടം. ഇത് പിന്നെ രണ്ടാമത് നമുക്ക് ആക്കാലോ. തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴേ വെള്ളം പിടിക്കല് ആ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം ഒട്ടും. നല്ലോണം അവിടെ തിളപ്പിക്കും. കേടാവില്ല കേട്ടാ, നല്ല മണിയായിട്ടുള്ള ചോറാ. നല്ലോണം തിളപ്പിക്കാം. 2 തരിപ്പിടാം. ഉപ്പിട്ട് ശീലിച്ച കാരണം അത് 2 തരി ഇട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ അതായിട്ടുണ്ട്. അപ്പോൾ അതെ എൻ്റെ മൂളു കഷ്ണങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ എണീറ്റ് നോക്കി വെച്ചതാണ്. അപ്പോൾ പടവലങ്ങയും പരിപ്പും വയ്ക്കാം, ഒരു ചാറ് കറി. പിന്നെ അതെ അയ്യോ ഇത്രയധികം ബീൻസ് ഉപ്പേരി അത് വയ്ക്കാം. പിന്നെയുള്ളതൊക്കെ വഴിയെ വരും. ചാറ് കറി ആകുമ്പോഴേ പൂവാതെ വെക്കാനാണ് ബുദ്ധിമുട്ട്. ഒരു കവറിൽ കെട്ടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കവറ് ബുദ്ധിമുട്ടാണ്, എങ്കിലും കവറിൽ കെട്ടാം. ബീൻസ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഒന്ന് വേവിച്ചിട്ടേ ഒന്ന് കാച്ചാന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ കഴുകിയിട്ടാണ് അരിഞ്ഞത്. പിന്നെ ഞാൻ അരിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കഴുകി. അപ്പോൾ ആ വെള്ളം പൂവല്ല. ഇപ്പോൾ പരിപ്പ് കറിയിലേക്ക് അരയ്ക്കാനായിട്ട് ഇതേ നമ്മൾ സാധാരണ എടുക്കണ പോലെ വെളുത്തുള്ളി 2 എണ്ണം, ചുവന്നുള്ളി 2 പച്ചമുളക്, ജീരകത്തിൻ്റെ ഒരു ലേശം പൊടി ഇടാം. അവിടെ ഉണ്ട് നാളികേരം. അത് അരച്ചിട്ട് പോകാമോളൂ. മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് പോകാം.
അപ്പോൾ പരിപ്പ് നമ്മുടെ നന്നായി വെന്ത് വന്നു കേട്ടോ. അതിലേക്ക് നമ്മുടെ പടവലങ്ങയും പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും അപ്പോൾ അതിലേക്ക് നമ്മുടെ തുണ്ട് പച്ചമുളക് അധികം ഇട്ടിട്ടുള്ള കാരണം തന്നെ നമ്മൾ ഒരു കുറച്ച് മുളകും പൊടിയാണ് ചേർക്കണുള്ളൂ. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇല്ല. അപ്പോൾ അതേ നമ്മുടെ പരിപ്പും പടവലങ്ങയും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നു. അപ്പോൾ അതിലേക്കിനി നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടമാനം ഒരു വെള്ളം ഈ പടവലങ്ങയിൽ അത്ര ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. ഒരു വിധം കട്ടിയായിട്ടിരിക്കുന്നതാണ് രസം ഉണ്ടാവുക. വീണ്ടും തിളപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കി നോക്കാം. ഉപ്പ് കുറവാണ്. തക്കാളിയിൽ ഒരു നേരിയ പുളി ഉണ്ടാവും ഇതിൽ. പിന്നെ പുളി ഇഷ്ടമുള്ളവരാന്ന് വിചാരിച്ച ഒരു മാങ്ങയോ അല്ലെങ്കിൽ 2 ഇരുമ്പമ്പുളിയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇരുമ്പമ്പുളി നമ്മുടെ എപ്പോഴും നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാട്ട കറികളിൽ. നമുക്ക് ഇരുമ്പമ്പുളി ഉണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ പുളി തക്കാളിയുടെ പുളി മതി എന്ന് വിചാരിക്കാം. ഇരുമ്പമ്പുളിൻ്റെ ഉണ്ണിയാണ് ഇരുമ്പമ്പുളി ഇല്ല നമുക്ക്. അപ്പം നമുക്ക് ഈ തക്കാളിയുടെ പുളി തന്നെ മതി. അതേ മാങ്ങാപ്പുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ കറിയിൽ. നമ്മുടെ ഉപ്പേരി ഇത് റെഡി ആയിട്ടാണ്. വെള്ളമൊന്നും ഇല്ല ഇത്. എന്നാൽ ഈ ബീൻസിലൊരു വെള്ളത്തിൻ്റെ ചോയ വരുന്ന ഇതല്ലേ. നന്നായി ഡ്രൈ ആക്കി വറ്റിച്ചെടുക്കണത്. മഞ്ഞപ്പൊടിയും നാളികേരം അങ്ങനത്തെ അല്ല കേട്ടോ. നമ്മൾ തൃശ്ശൂർ ഉപ്പേരിയാണ് വെച്ചിന്. അയ്യോ വെളിച്ചെണ്ണയിലില്ല മുളകിൽ. ആ പാത്രത്തിലത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിട്ട് വെച്ചാ ഇനി ഉണ്ടെങ്കിൽ വെച്ചോ. അപ്പോൾ ദേ ഉള്ളി, വെളുത്തുള്ളി, ചെറുള്ളി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല. രണ്ട് പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞ് വെച്ചേട്ടാ. പഴുത്ത മുളക് ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്നുണ്ട് കുറേ. അപ്പം അതും കൂടി അരിഞ്ഞിട്ട് മുളക് പൊടി അതിന് കുറവ് ചേർക്കണ്ടേ. മുളക് പൊടിക്ക് നമുക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കാം. അപ്പം അങ്ങനെ രണ്ട് ഞാൻ പച്ചമുളകും കുറച്ച് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഇവിടെ ഇടിച്ച മുളക് പൊടിയും കൂടി ഇടാം. എരി കുറവ് മതി. എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിലത്തെ വാസക്കാർക്കല്ലേ. നമ്മുടെ കടയിലൊരു ചേച്ചിൻ്റെ വാസൻ ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് അസുഖങ്ങളുണ്ട്. ഇങ്ങനെ കൈവേദന, അങ്ങനെ ഒരു 10-60 വയസ്സായ ഒരു ചേച്ചി. അപ്പോൾ അതിൻ്റേതായ കുറച്ച് അസുഖങ്ങൾ, അല്ലാണ്ടുള്ള അസുഖങ്ങളൊന്നുമല്ല. അപ്പോൾ ആൾ മെഡിക്കൽ കോളേജിലാണ് കാണാം. മാസത്തിലൊരു പ്രാവശ്യം പോയില്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള മരുന്ന് കിട്ടും അതിന്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ദിവസം ലീവ് എടുത്ത ആൾ മിക്കതും ചൊവ്വാഴ്ചകളിലാണ്. ചൊവ്വാഴ്ച അത്ര ആളുടെ ഡോക്ടറുള്ള ദിവസം. അപ്പോൾ ആ ചൊവ്വാഴ്ച ഒരു ദിവസം ലീവ് എടുത്ത ആൾ അവിടേക്ക് പോകും. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചേച്ചിയെ ഈ ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് മാത്രമാണോ ഈ ചോറ്, അവിടെയുള്ളവർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറയാം, വലിയ മോളെ ആര് ചെന്ന് നിന്നാലും അവർക്ക് കൊടുക്കും. ഞാൻ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ചോറ് കഴിച്ചിട്ടാ പോരും, ഒരു പൊതി വാങ്ങിച്ചിട്ട്.
നല്ല ചോറാ. എല്ലാവരും നല്ല രീതിയിലാണ് കൊടുക്കാറ്. അത്യാവശ്യം ഇങ്ങനെ വേണം വേണ്ടാന്ന് വെച്ചിട്ടുള്ള കട്ടിയ അങ്ങനത്തെ കൊടുക്കലൊന്നുമല്ല. നല്ല രീതിയിലാണ് ചോറ്. തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല തൃപ്തിയാവും എന്ന് പറയാം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, ഈ ഇറച്ചി മീനൊക്കെ ഉള്ള ഒരു ഭക്ഷണം അത് കഴിക്കാത്തവരുണ്ടാവുമല്ലോ. അപ്പം എന്ത് ചെയ്യേ അപ്പം അത് ഞങ്ങൾ വേറെ ആൾക്കാർക്ക് ഇതിൽ ഇറച്ചി മീനൊക്കെ ഉണ്ടേ, അപ്പോൾ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി മേടിക്കുന്നവരും ഉണ്ടെന്ന്. മാറ്റി വേറെ ആൾക്ക് അയ്യോ അത് ഞങ്ങൾക്ക് തന്നോ, ഞങ്ങളുടെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കഴിക്കുന്നു. പിന്നെ ഈ ആശുപത്രികളിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ വരുമ്പോൾ എവിടെയാണ് ചെന്ന് നിൽക്കുക, വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നിൽക്കുക, ക്യാമ്പിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതുമില്ല കേട്ടാ. അത് ഭയങ്കരമായ ഒരു ഇതാ. അപ്പോൾ ഈ ചോറ് കിട്ടുന്നത് ചിലവരത് ഒരുപാട് വേണ്ടാണ്ട് കളയുന്നവരും ഉണ്ടെന്ന് പറഞ്ഞുട്ടാ. വേസ്റ്റ് ബോക്സ് ഒക്കെ ചിലപ്പോൾ നിറഞ്ഞിട്ടാ ഒന്ന് എടുക്കണ്ടാവുക, വേണ്ടാണ്ട് വാങ്ങിച്ചിട്ടൊക്കെ. നല്ലത് നോക്കി വാങ്ങിക്കാണ്ട് പൊട്ടണയെ കൊണ്ട് കളയുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാനല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് കളയുക. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവുമ്പോൾ അത് വളരെ പ്രിയപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ ഉപകാരത്തോടു കൂടി കഴിക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കണ്ട് അതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് കളയുന്ന കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നാലാൾക്കാരത് പറയുമ്പോൾ എന്തിനെ കളയാൻ കൊടുക്കണ്, അങ്ങനെയുള്ള ഒരു തോന്നലും മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വരും. പക്ഷെ ഒരുപാട് ആളുകൾക്ക് അത് വലിയ ഉപകാരമാണെന്ന് പറയുന്നത് ഈ ഒരു ചോറും പൊതി. അപ്പോൾ ചേച്ചി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അവിടെ പോയിന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ മരുന്ന് വാങ്ങിക്കുക ഒരുപാട് ആൾക്കാർ വരും. ഇതെന്നും കൊടുത്തെത്തിക്കേണ്ട, ആഴ്ചയിൽ ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം ഒന്നല്ലല്ലോ. അപ്പം അത് എല്ലാവരും അത് സഹകരിച്ച് ചെയ്യുന്നത് വലിയൊരു ഉപകാരം തന്നെയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആശുപത്രികളിലൊക്കെ ചോറും പൊതിയിൽ നല്ല ഓരോരുത്തർ കൊണ്ടുവന്ന് ഇങ്ങനെ ഇഷ്ടം പോലെ കേട്ടോ ഭക്ഷണം. ഇപ്പം അടുത്ത കാലത്ത് ഇപ്പോൾ കിടന്നു എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികളുടെ പ്രസവ സമയത്തൊക്കെയാണ്. ഞാൻ ശ്രീകുട്ടനെ പ്രസവിച്ചിട്ടൊക്കെയാണ് ആശുപത്രിയിൽ കിടന്നിട്ടുള്ളത്. അപ്പോഴായാലും നമ്മൾ ഭക്ഷണം നമ്മളവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ വാങ്ങിക്കാറില്ല, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മളവിടെ നിന്ന് പോയിട്ട് തന്നെയാണ് വാങ്ങിക്കാറ്. ചീട്ട് നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അടുത്തുള്ള കിടന്ന് 2-3-4 ദിവസമൊക്കെ ആയിട്ട് കിടന്നവരുണ്ടെന്ന് വിചാരിച്ചാൽ അവരുടെ കൂടെ പോയാൽ നമുക്ക് അപ്പുറത്തെ കട്ടിലുമ്പോൾ കിടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം അവിടെ നിന്ന് കിട്ടാറുണ്ട്. അവിടെ പിന്നെ ഈ ഇഡലി സാമ്പാർ കാലത്ത് അങ്ങനത്തെയൊക്കെ കിട്ടും. ഇവിടെ മെഡിക്കൽ കോളേജിൽ എനിക്ക് അങ്ങനെയൊന്നും കിട്ടുമോ എന്നുള്ള കാര്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടാ. ചോറും പൊതി കൊടുക്കണു നമ്മൾ, അത്രയ്ക്ക് ഇനി അറിയുള്ളൂ. അപ്പം മുളകൊക്കെ ഒരുവിധം നമ്മുടെ മുരിഞ്ഞ് വന്നു കേട്ടോ. ചോറ് ഊറ്റിക്ക് മുളക് അത് ഇറക്കി വെച്ചോ. നമ്മൾ ഇത് കൊടുക്കുമ്പോൾ നല്ല സന്തോഷത്തോടും നല്ല ഉത്തരവാദിത്വത്തോടും കൂടി കൊടുക്കാൻ ശ്രമിക്കണം. നന്നായി ഇതിലിപ്പോഴും വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട്. അത് നന്നായി ഒന്ന് വറ്റി കുഞ്ഞേ തീയിട്ടൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. ഇതൊരു ഇത്തിരി നാളികേരം കൂടി അങ്ങോട്ട് ഇടാം. ഉപ്പേരിയുടെ പരിപാടി കഴിഞ്ഞു. അവിടെ ഇരുന്ന് നന്നായിട്ട് ആവട്ടെ. ആ പരിപാടി കഴിഞ്ഞു. പരിപ്പ് കറി ആകുമ്പോഴേ വെളിച്ചെണ്ണ ലേശം അധികം ഒഴിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക.
ഉണ്ട് മുളക് തണുപ്പ് ഇരുന്ന് പൊടിച്ചിട്ട് കിട്ടുന്നില്ല. മറന്നുപോയി എനക്ക്. ഇങ്ങനെ ഭയങ്കര വെയിറ്റാ. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല കേട്ടോ. ഇത് ഭയങ്കര വെയിറ്റാ. വേറെ ഇതിൻ്റെ വെയിറ്റ് ഇതിങ്ങനെ ഇരിക്കുള്ളൂ എപ്പോഴും. എന്നിട്ട് പരിപ്പുകറി കണ്ട. അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഓരോന്നോരോന്നൊന്നായിട്ട് പൊരിക്കില്ല കേട്ടോ. ഞാൻ ഒന്നിച്ച് പൊരിക്കണം. അപ്പം അത് നമുക്ക് കൊടുത്തു ചേട്ടാ. അതെ അപ്പം 4 പൊടി എനിക്ക് 4 എണ്ണം ശരിയായി. അപ്പം മോള് ദേ പുട്ടുണ്ടാക്കാൻ പോവാട്ടാ. അപ്പം നമ്മൾ ഇലയൊന്ന് വാട്ടണം. ചൂടുള്ള ചോറുമ്പോൾ വാടും, എന്നാലും ചിലപ്പോൾ പൊട്ടുപോയി. പപ്പടം കൂടെ അങ്ങോട്ട് കാച്ചിയ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ചെറിയ പപ്പടാട്ടോ ഞാൻ കൊടുന്നേ. കവറിൽ വെക്കാൻ ഒരു സൗകര്യത്തിന് ഞാൻ ചെറുതെടുത്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പപ്പടം കാച്ചിൽ അങ്ങോട്ട് കഴിഞ്ഞു. എന്നിട്ട് ചോറ് പൊതിയാൻ നോക്കിയല്ല, പൊതിഞ്ഞങ്ങോട്ട് വെച്ചാൽ നമുക്ക് സമാധാനമായില്ലോ. അപ്പം അങ്ങനെ നമുക്ക് ചോറും പൊതി റെഡിയാക്കാം കേട്ടോ. ഇതേ എല്ലാം എന്തോ ഒരു പാടുണ്ട്, അതാ അത് എടുത്ത് കളഞ്ഞ് ചിലപ്പോൾ എല്ലാം കീറി. നമ്മുടെ നല്ല ചുറുക്കയിലിട്ട മിളകാട്ടാ ഇത് 2 എണ്ണം ഇട്ടിട്ട്. പിന്നെ ചാറ് കുഴപ്പമുണ്ടാവും. ഉണ്ണി ഒഴിച്ചാൽ കവറിൽ വെക്കുന്ന കുറച്ച് ഒഴിക്കാം അല്ലേ. കുറച്ച് വെച്ചിട്ടുണ്ട് അച്ചാറും. ഇന്നലെ കടയിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാട്ടാ, വടുകപ്പുളി.
ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുട്ട, പപ്പടം ഇതിൻ്റെ മുകളിലാണ് വയ്ക്കാൻ പറ്റും. അല്ലാണ്ട് ഇത് ചെയ്യാം. ഇത് പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് അവരെവിടെയെങ്കിലും കളയട്ടെ. പൊടിയൊക്കെ ചെയ്യും. സാരം ഞാൻ കുറച്ചൊഴിക്കണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അല്ലാണ്ട് തന്നെ ഒരു ചോറിനുള്ള കറി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വെച്ചോ എടുത്ത് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ചോറുമതി കൊണ്ടുപോകാനായിട്ട് ഇതേ നോമ്പങ്ങണ്ട് കേട്ടാ. എല്ലാവരും കളക്ട് ചെയ്ത് അങ്ങനെ ദേ നമ്മൾ നമ്മുടെ പാവയ്ക്കാത്തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അച്ഛൻ്റെ, നമ്മുടെ എല്ലാം എനിക്കല്ല കേട്ടോ, അച്ഛൻ്റെയാണ് ഇത് പാവയ്ക്കാത്തോട്ടം. പാവയ്ക്കാത്തോട്ടത്തിൽ ഇതേ കണ്ട ഉണ്ടായി വരുന്നതിന് തന്നെ ദേ കുത്തി തവിട് പൊടിയാക്കി കണ്ട. ഇതൊക്കെ ഒന്ന് മൂടി കെട്ടി കൊടുത്താലേ ചേട്ടാ നമുക്ക്. ദേ ഇത് കുത്തി അത് കുത്തി അല്ലെങ്കിൽ കടലാസ് അല്ലെങ്കിൽ അല്ല കുത്തല് വരുമ്പോഴേക്കും ഇത് ചെയ്യണം കേട്ടാ. അല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ കുത്തിയൊന്നും കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. മൂടണം ഒരു ഈർക്കിലോ പൊട്ടിക്കുക. കൂടി കേൾക്കുന്നു. അതിലാണെങ്കിൽ പെട്ടെന്ന് കയറും. കണ്ടാ ഇങ്ങനെ ആക്കി വയ്ക്കും. പിന്നെ അവിടെ നിന്ന് അവിടെ വലുതായിക്കോളും. കുത്തില്ല, ഒരു പരിധി കഴിഞ്ഞ പിന്നെ കുത്തില്ല ചേട്ടാ. തീരെ ചെറുതില്ല അല്ലേ ചേട്ടാ കുത്ത. എൻ്റെ ഐഡിയ ഒന്ന് നോക്കി നോക്കാമല്ലോ. എല്ലാവരും കുറേ ഒന്നും ഉണ്ടാവുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് മരുന്ന് അടിക്കണ്ട, ആ മരുന്ന് അടിക്കുക ഈ മരുന്ന് അടിക്കുന്നൊക്കെ ഒന്ന് പറഞ്ഞാലൊന്നും കാര്യമൊന്നുമില്ല. ഇംഗ്ലീഷ് മരുന്ന് അടിച്ചിട്ട് തന്നെ അവിടെ ഒരു കുഞ്ഞീത് വീഴുന്നുണ്ട് കേട്ടാ. അതിനാണ് വെക്കല്ലേ ശരിക്കും. കണ്ട അത് ഇത്ര മോന്തൊക്കെയാണ് വെക്കല്ലേ അല്ലേ ചേട്ടാ. കണ്ട ഇത് വീഴുണ്ടിട്ടാ, നന്നായി വാർന്ന് വീഴുണ്ട്. എല്ലായിടത്തും വാർന്ന് വീഴുണ്ടിട്ടാ. ഞാൻ ചെറുതൊന്നും കണ്ടില്ല. പക്ഷേ ഈ കുത്തലാണ് കുഴപ്പം.
മോൻ്റെ ഒരു വട്ടം പൊട്ടിച്ചു കേട്ടാ, രണ്ടൊരു വിഷയാക്കിയതാ. ആളും പറഞ്ഞു കുറേ പൊട്ടിച്ചു കളഞ്ഞമ്മാന്ന് കായ്ച്ച കുത്തിയിട്ട്. പിന്നെ രണ്ടാമത് ഇപ്പോൾ ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കുത്താണ്ടിരിക്കാനേ. ഇപ്പോൾ വളമിടൽ, വളം എപ്പോഴും ഇങ്ങനെ കൈ തെറ്റാണ്ട് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയിലൊക്കെ നിൽക്കും. വെട്ടി നല്ല കുറ്റിയാക്കാന്നാണ് മോള് പറയുന്നത്. അവരും അങ്ങനെ തന്നെ പറയുന്നു, വെട്ടണം വെട്ടണം തന്നെ അവരും പറയുന്നു. അത് വെട്ടിക്കോ, അതിൻ്റെ കടക്കുന്ന അവിടെ നിന്ന് വിട്ട് അത് നമുക്ക് പൊടിക്കുമൊന്നും ചിലപ്പോൾ പൊടിക്കും. കത്തീൻ്റെ പോലെ നല്ല കത്തി. ഒക്കെ നമ്മുടെ സ്റ്റാൻഡുകളിൽ നിന്നും ഇറക്കിയിട്ട് കുറേയൊക്കെ വലിച്ചു വാരിയിട്ടൊക്കെ കുറേയൊക്കെ ഇതേ ആൾ പറിച്ച് വെച്ചു. എന്ത് വിലയുള്ള ചെടികളാണെന്നറിയാം ഇതൊക്കെ. അച്ഛനെ കാണാനില്ലല്ലോ. അവിടെ ഒരു ഇതൊക്കെ വെടുപ്പാക്കിയിട്ടാള് ദേ വന്നു. ഒന്നും ആയിട്ടില്ല കേട്ടാ, എപ്പോൾ തുടങ്ങിയ പണിയാണ്. അതുകൊണ്ട് അലങ്കോലായി ആകെ. അലങ്കോലപ്പണി ഇപ്പം എടുക്കുന്നു. പുകയ്ക്കാൻ വെച്ചോക്കാ, കൊതുക് കടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. വൈകുന്നേരമായി തുടങ്ങി. അപ്പോൾ പുകയ്ക്കുക കടാവ് അവിടെ കൊതുക് കടിക്കും ചേട്ടാ, അത് കാരണം. അയ്യോ അത് കുട്ടിയാ ചെറിയ ചട്ടി.
കോരിയുണ്ട്, അത് കോരി. അങ്ങനെ 3 ആളും കൂടി കാലത്ത് തൊട്ടുള്ള പണിയേട്ടാ. അങ്ങനെ ഇനി ഒന്ന് നനയ്ക്കണം, വളമിട്ടിട്ടില്ലേ, ഇംഗ്ലീഷ് വളമിട്ടാൽ നല്ലോണം നനയ്ക്കണം. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ.